ഷോക്ക് ബാക്ക് സൈഡ് രണ്ട് സൈഡും സെറ്റ് ചെയ്തിട്ടോ. ഈ ഒരു ഭാഗത്ത് വരുന്ന സ്റ്റോപ്പർ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു രൂപത്തിൽ ബാക്ക് സൈഡ് നമ്മളാക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീല് അടിയിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പല നമ്മൾ മുകൾ ഭാഗത്ത് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഗ്ലാസ് ഇടാനും നല്ല ജസ്റ്റ് ഒരു ഗ്ലാസിൻ്റെ രൂപത്തിന് വേണ്ടിയിട്ട്, പിന്നെ സക്സസ് ആവണമെന്ന് നമ്മൾ ഗ്ലാസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ബാക്ക് സൈഡിലേക്ക് ഒരു പൈപ്പ് ഇങ്ങനെ കൊടുത്തു, അതായത് വുഡിൻ്റെ മുകളിൽ ആ ഒരു പിന്നെ മുകൾ ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു പൈപ്പ് അടിയിൽ നിന്ന് നമ്മൾ എൽബോ അടിച്ച പൈപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്ട്രൈറ്റ് ഒരു പൈപ്പ് ഇടുന്നുണ്ട്. ആ ബാക്കിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്താമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കിൽ വന്നിരുന്ന ഈ ആർച്ച് പോലത്തെ പീസ് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ കരുതുന്നത്, പിന്നെ ഷോക്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണം. ഒരു ബാക്കിലേക്ക് നമുക്ക് ഫ്രണ്ടിലത്തെ അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ കണ്ടെത്തണം. ബാക്കിൽ പക്ക അലമ്പായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കാണണം. പിന്നെ സീറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇവിടെ സ്ലൈഡിങ്ങിൻ്റെ ഒന്നിനാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒന്നിന് സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഇതിനൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കണ്ടോ, ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ ബെൻഡാക്കിയിട്ട് നേരെ ആ ഒരു പൈപ്പ് നമുക്ക് കൊടുക്കണം എന്ന് കരുതുന്നത്. പിന്നെ ഷോക്കിൻ്റെ സാധനങ്ങൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്, സ്പ്രിങ്ങും കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ സ്പ്രിങ് കയറ്റിയിട്ട് ആ ഒരു ഷോക്ക് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. ഷോക്ക് ആ സൈഡ് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ഓപ്പോസിറ്റ് ഇവിടെ വെച്ചിരുന്ന റാഡുകൾ കട്ട് ചെയ്തു. ഇപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടോ. അപ്പോൾ വീഡിയോയിൽ തുടർച്ചയായിട്ട് ഓരോ ദിവസങ്ങൾ ചെയ്യണമല്ല. അപ്പോൾ ഇതിൽ കുറേ ഭാഗങ്ങൾ മാറ്റം വരുത്തിയിട്ട് കുറേ ഭാഗം നമ്മൾ ഉൾപ്പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ എത്രത്തോളം എടുത്തു നമുക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഭാഗം കട്ട് ചെയ്ത് പോയ ഏരിയകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് മൊത്തമായിട്ട് ഞാൻ ലാസ്റ്റായിട്ട് കാണിച്ചു തരേണ്ട ഒരു കുറേ ഭാഗങ്ങൾ. ഇതുണ്ടോ, ഈ ഒരു റൂഫിൻ്റെ ഭാഗം ഒരു ബെൻഡടിച്ചാണ്ട് നേരെ അടിയിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കയറ്റണം. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യണോ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആലോചിച്ചിരിക്കണം ഈ ഒരു പീസ്. പിന്നെ നമുക്ക് സ്പോയിലർ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലുക്കാവുന്നതാണ്. പിന്നെ ബാക്കിൽ നമ്മൾ കറക്റ്റ് സ്ക്വയറായി കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോറാവും. അപ്പോൾ അത് കരുതിയിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യണമെന്നാണ് കരുതുന്നത്. പിന്നെ ഇവിടെ ചെയ്തിരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇവിടെ ചെറിയൊരു പിന്നെ കട്ടിങ് കൊടുത്തുകൊണ്ട് ഞാൻ ഈ ഷോക്കുമ്പൊക്കെ ചെയ്യാൻ വേണ്ടി കരുതിയാണ്. അപ്പോൾ അത് പിന്നെ ഫെയിൽഡായി. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ ആ ഒരു പൈസ പോലെ തന്നെ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതാണ് പ്ലാന്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടോ. ഇവിടെ കാണുന്ന പീസ് ഈ എടുക്കണത്. ഇനി എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ് സ്റ്റഡിയിൽ കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടു വെക്കും. അതുപോലെ ഓപ്പോസിറ്റ് ആ ഒരു പീസും ഇതിൻ്റെ മുകളിൽ കൊണ്ടു വെക്കും. ബാക്കത്തെ പീസിന് ഈ രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നിട്ടോ. അതായത് അതിൻ്റെ ചെറിയ സ്പോട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുള്ളൂ. ഇതുണ്ടോ, അതിൽ സോക്കാപ്സർ നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സോക്കാപ്സറിൻ്റെ ഈ ഒരു ബോൾട്ട് ഇതിലും, പിന്നെ ഇതുണ്ടോ ബോൾട്ട് ഇതിലും, ഓപ്പോസിറ്റ് ഈ വരുന്ന ഒരു റാഡുമ്മ എന്തെങ്കിലും കണക്ട് ചെയ്ത് കണ്ട് ഈ ഒരു പൊസിഷനിലും കൊടുക്കണമെന്ന് കരുതുന്നത്. പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു പീസ് കുറച്ച് വലുപ്പം കൂട്ടി വെച്ചിട്ടുണ്ട്, അത് ഇതേപോലെ തന്നെ കണക്ട് ചെയ്യണം. ഇതുണ്ടോ, ഈ ഒരു പീസ് പോലെ തന്നെ. ഇവിടെ സ്പോയിലർ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കൂടെ, സ്പോയിലറിൻ്റെ ലുക്കിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പും കൂടെ ഈ ഒരു ഭാഗത്തുമ്പോൾ കണക്ട് ചെയ്യണം. അങ്ങനെയാണ് പ്ലാന്. ഇതിൽ പലതും മാറ്റം വരാം. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലുള്ള ഒരു ഫൈനൽ ലുക്കല്ല, ഒരു മുക്കാൽ ഭാഗത്തോളമായിട്ടുള്ള ഒരു ഫ്രെയിമിൻ്റെ ലുക്ക് തന്നെ. ബാക്ക് സൈഡില്ല, ഫ്രണ്ട് ഏകദേശം ഈ രൂപം തന്നെ, വലിയ മാറ്റമൊന്നും വരാനില്ല. ബാക്ക് സൈഡിൽ അത്യാവശ്യം ബാക്ക് സ്പോയിലറും കാര്യങ്ങളും അതുപോലെ ആ ഷോക്കിൻ്റെ ഭാഗങ്ങളൊക്കെ പല ചേഞ്ചും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. അടുത്തത് മുമ്പ് പറഞ്ഞ പോലെ ബാക്കിലുള്ള ഈ എൽബോ നമ്മൾ സെറ്റ് ചെയ്തു. എൽബോ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു എൽബോമേ നമ്മൾ ഈ ഒരു ഷോക്കിൻ്റെ മുകൾ ഭാഗം അടിയണമെന്നുള്ള കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലാമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് സ്പോട്ട് അടിച്ചിട്ടുള്ളൂ. പിന്നെ ചെറിയൊരു ചെരുവ് നമ്മൾ ഷോക്കിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ ഓപ്പോസിറ്റ് അവിടെ കണ്ടോ, അവിടെ വെൽഡ് കണ്ടിട്ടോ. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. സ്പോയിലറിന് വേണ്ടിയിട്ട് ഹൈറ്റ് കൂട്ടി വെച്ചാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ കാണണം. അതുപോലെ ഈ ഒരു പൈപ്പ് നമ്മൾ വെച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു സ്റ്റഡി ഉണ്ടല്ലോ, ആ സ്റ്റഡി ഇവിടെ കിട്ടാൻ വേണ്ടി ജസ്റ്റ് വെച്ചാണ് ഈ ഒരു പൈപ്പ്. പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ഒരു ബോൾട്ട് ഓപ്പോസിറ്റ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെയും നമുക്ക് ഷോക്കിൻ്റെ ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ ഇവിടെ വെക്കുന്ന ടൈമിൽ ഈ ഒരു വീല് ആൾ വെക്കുന്ന ടൈമിൽ രണ്ട് ഭാഗം കുറച്ച് മുകൾ ഭാഗത്തേക്ക് ഈ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളിത് അവിടെ ജാക്കി എടുത്തുള്ള കേട്ടോ, ആ ജാക്കി ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് കുറച്ച് താവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഏകദേശം സ്റ്റഡി കിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് വീൽ ചെറിയൊരു വൈഡ് ഉള്ളിലോട്ടുണ്ട്, അപ്പോൾ ഒന്ന് സ്റ്റഡി ആക്കണം. പിന്നെ ഫ്രണ്ടത്തെ ഭാഗം ഇതാട്ടോ, നേരത്തെ എത്രത്തോളം നമ്മൾ ഉൾപ്പെടുത്തുന്നതല്ല. ഈ ഒരു ഭാഗം ഇതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം പിന്നെ ചെയ്താണ്. അതുപോലെ ഷോക്കിൻ്റെ ഭാഗം, പിന്നെ ഈ ഒരു പൈപ്പിൽ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. വൈഡിലും കാര്യങ്ങളും കേട്ടോ. പിന്നെ ഒരു ബാർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഷോക്ക് ബാക്ക് സൈഡ് രണ്ട് സൈഡും സെറ്റ് ചെയ്തിട്ടോ. അതിൽ ഉള്ളിൽ വരുന്ന ഈ ഒരു ബോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്, അത് എവിടെയാണോ ക്രോസ് വരുന്നത് നമുക്ക് കണക്ട് ചെയ്യണമെന്ന് കരുതുന്നത്. അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ഭാഗത്ത് വരുന്ന സ്റ്റോപ്പർ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിനെന്ത് ചെയ്തെന്ന് വെച്ചാൽ
ഇത് ഫോർഡിൻ്റെ ബ്രേക്ക് പാഡാണ്, എക്കോ സ്പോർട്ടാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡ് പിന്നെ ബാക്ക് സൈഡ് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് ഈ 2 ഹോള് വരും. അപ്പോൾ ഇതിൽ വരുന്ന കേട്ടോ ഹോള്, ഇതിൻ്റെ മുകളിൽ സീൽഡർ ഒഴിവാക്കിയാൽ ഹോള് വരും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ചാലുണ്ടാക്കിയിട്ട് ഇതിൽ കറക്കി വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ബോൾട്ട് ഇട്ട് കണ്ട് ഇതിനകത്തേക്ക് കയറ്റി വെക്കുക. അങ്ങനെ പ്ലാന് 2 സൈഡും ഒരുപോലെ സെറ്റ് ചെയ്തു. ചെറിയൊരു ചെരുവിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇതിലേക്ക് ചെറിയ ചാരി കയറിയാണ്ട് ഇറക്കി വെച്ചു. അപ്പോൾ അത്യാവശ്യം നമ്മൾ വെൽഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ടോർക്കും കാര്യങ്ങളും അത്യാവശ്യം പവറും കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെരുവ് കൊടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് ബാഗ് ആക്ഷൻ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ പൊസിഷനും അത്യാവശ്യം അടിയിക്കാണല്ലോ പുള്ളിയുള്ള ഒരു സിസ്റ്റം വരിക, വലിക്കാനുള്ള ഒരു പ്രവണത അടിയിക്കല്ല വരിക. അപ്പോൾ അതിനുള്ള പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെരിച്ച് കൊടുത്തുന്നുള്ള കേട്ടോ. പിന്നെ ഈ ഒരു ആംഗിളിൽ കൊടുക്കുമ്പോൾ ഇതിനൊന്നും കൂടെ സേഫ്റ്റി കൂടും. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ബോൾജർ സെറ്റ് ചെയ്തു. ഇവിടെ 14ൻ്റെ ഒരു ബോൾട്ട് ഇട്ടിട്ട് ഇത് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ടയറിൻ്റെ ഈ പൊസിഷൻ ഇങ്ങോട്ടോ ഔട്ടായി കിടക്കേണ്ടത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബോൾ ജോയിൻറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റി കൊടുക്കാനും ദൂരെടുക്കാനൊക്കെ സുഖം എന്നുള്ള കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീല് അടിയിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അലൈൻമെൻറ്റ് അഡ്ജസ്റ്റിങ്ങും പക്കാവും. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ സ്റ്റോപ്പറും കൂടെ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതാണൊരു ഫംഗ്ഷൻ. ഇനി ഇവിടെ വെൽഡ് ചെയ്യണം 2 സൈഡും. അപ്പോൾ ആ 2 സൈഡ് വെൽഡ് ചെയ്തിട്ടോ, ഇതാ ഒരു ഓപ്പോസിറ്റ് സൈഡ് സൈഡ് വെൽഡ് ചെയ്തു. പിന്നുള്ളത് പറഞ്ഞാൽ ഈ ഒരു പീസ് നമ്മൾ ബെൻഡ് അടിച്ചിട്ട് നേരെ മുകൾക്ക് റൂഫിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു പീസ് നേരെ ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ബെൻഡ് അടിച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു പീസ് അത് ശേഷം തന്നെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ക്രോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു പീസ് നേരെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാൽ ഈ ഒരു ഷോക്കിൻ്റെ ഭാഗത്ത് ഈ ഒരു പീസിന് വേറെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആക്ഷൻ വരുന്ന ടൈമിൽ ഇത് പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പീസ് വെക്കും. അതുപോലെ ഇതേപോലെ തന്നെ ഇവിടെ ഒരു പീസ് വെക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ചാണ് വൈഡായിട്ട് നമ്മൾ അടിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഗ്രൈൻഡ് ചെയ്യാനും കാര്യത്തിനും കുറച്ച് ഗ്യാപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു പീസ് ഇതേപോലെ കൊടുക്കണം. പിന്നെ ഇത് കണ്ടോ, കുറച്ച് വിട്ടുന്ന് കാണിക്കുമ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ ബാക്ക് സൈഡ് നമ്മളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഷോക്കിൻ്റെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഈ ഷോക്കിന് ഈ ബോൾട്ടും വന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ അത് ഏകദേശം അടുപ്പിച്ച് പീസ് വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ എഞ്ചിൻ്റെ അടിഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നും കൂടെ ഇങ്ങോട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ പീസോളം അങ്ങോട്ട് വരുന്ന ടൈമിൽ എഞ്ചിന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കാണിക്കേണ്ട രീതിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഉണ്ടോ ലോറാമിൻ്റെ ഭാഗം ഇപ്പോൾ പക്കായിട്ടുണ്ട്, കറക്റ്റ് സ്റ്റേഡിയാണ് ഓപ്പോസിറ്റ് സൈഡും. അപ്പോൾ ലോറാമ് ഇത്ര ഹൈറ്റിൽ പൊക്കുന്ന ടൈമിൽ ഇവിടെ ഉണ്ടോ ഇതിൻ്റെ ഈ ഭാഗത്ത് തട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഫുൾ ഹൈറ്റിലാട്ടോ. അപ്പോൾ ഇത്ര ഹൈറ്റ് വരില്ല. ഇത് ഇറക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഈ വെയിറ്റും കൂടെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ആക്സിൽ ഒന്നുകൂടെ പൊന്തും. അപ്പോൾ അല്ലാണ്ട് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ലുക്കായിട്ടുണ്ട്. അടുത്ത സ്റ്റാരിങ് ബോക്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് കൊടുത്തു. പുതിയ പൈപ്പാട്ടോ. പൈപ്പ് നമ്മൾ വേറെ പൈപ്പ് 3-4 കൊടുത്തിട്ടുണ്ട്. നല്ലെന്ന് പറഞ്ഞാൽ 2 ലെങ്ത്ത് 4 പീസാക്കി കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ പൈപ്പ് നമ്മൾ തേഞ്ഞില്ല. അതിൻ്റെ ഒരു പീസ് നമ്മളിവിടെ ഫസ്റ്റ് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ കളർ ചേഞ്ച് ഉള്ളത് അത് ഏകദേശം പൈപ്പും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ കളറിന് വന്നിരുന്നു. പിന്നെ ഫെയിൽഡ് ആയത് കേട്ടോ പറ്റിയ ബാക്കിയുള്ള പൈപ്പിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇത് പെയിൻ്റ് അടിച്ചാലേ സെറ്റ് ആവും. ഇതിനൊരു ഫസ്റ്റ് ഒരു കോട്ടിങ് വരും, ഒരു മെഴുക് പോലെ ഒരു ഓയിലാ തോന്നുന്നു. അപ്പോൾ അതുണ്ടാകുമ്പോൾ അത്യാവശ്യം ഈ കളറും കാര്യങ്ങളും കിട്ടും. പിന്നെ വെള്ളമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഇതുപോലത്തെ കളർ വരും. അപ്പോൾ അതാണ് അങ്ങനെ. പിന്നെ ഈ ഒരു ഭാഗം പിന്നെ ഒരു പീസ് വെച്ചിട്ട് ബോൾട്ടിട്ട് കണ്ട് ഈ ഒരു ക്ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്തു. ഇത് കയറ് ഹെസ്റ്റ് കെട്ടിച്ചിട്ടില്ല കേട്ടോ, ടമ്പറിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഒരു പീസ് സെറ്റ് ചെയ്യണം നമുക്ക്, ഈ ക്ലാമ്പ്. അത് പിന്നെ സ്റ്റാരിങ്ങിൻ്റെ വീല്, അതുപോലെ ഫ്യൂൽ ടാങ്ക് ഞാൻ കാണിക്കാൻ പറഞ്ഞു കേട്ടോ. ഇതാണ് ഫ്യൂൽ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വരുന്നത് സ്കൂട്ടിയുടെ കേട്ടോ. ഇതിൻ്റെ സ്പീഡോമീറ്റർ പിന്നെ ഫ്ലോട്ടിൻ്റെ ആണിത്. അതുപോലെ ഇതുണ്ടോ അടിഭാഗം ഈ രീതിയിലാണ് എടുത്തത്. ഇന്ന് വാഷ് ചെയ്ത് പക്കാക്കണം. ഇത് ഈ ഒരു ഏരിയയിലേക്ക് ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് കരുതുന്നത് ഉണ്ടോ, ഈ ഒരു പൊസിഷനിലായിട്ട്. അപ്പോൾ ഇത് ഏകദേശം സ്ക്വയർ ആവുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഈ ബഗഡിൽ ടോക്കിലേക്ക് എത്തും. പിന്നെ നമുക്ക് ഞാൻ ഫസ്റ്റ് കരുതിയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ബൈക്കിൻ്റെ പിന്നെ ടാങ്ക് എടുത്തിട്ട് മോഡിഫൈ ചെയ്യണമെന്നൊക്കെ കരുതിയിരുന്നു. അപ്പോൾ അതിൽക്കും ബെറ്റർ ഒന്നും കൂടെ അതായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ചിലപ്പോൾ ഒന്ന് ബെൻഡ് അടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു പീസ് ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഫിറ്റിങ് കഴിഞ്ഞു. അതായത് ചേസിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞു. ഇപ്പോൾ സെൻറ്ററിലുള്ള ആ കല്ലും കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി. പിന്നുള്ളത് പറഞ്ഞാൽ ഈ ഒരു കല്ലുമ്മയാണ് ഇപ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡിലുള്ള ചേസും കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്പോട്ട് അടിച്ച് ഇവിടെ പക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കല്ലിറക്കിയിട്ട് 4 വീലുമ്പോൾ വണ്ടി തിരിക്കാനും നീക്കാനൊക്കെ ഉള്ളൊരു
സ്ഥിതിയിലാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് വണ്ടി മാറ്റിയിട്ട് നമുക്ക് വേറെ ഭാഗത്തേക്ക് ഇടണം. ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പ്ലാന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വർക്കും കാര്യങ്ങളും എടുക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ ഇതിലും നമുക്ക് അളവെടുക്കാനും കാര്യത്തിനും വേണ്ടിയിട്ട് പോയിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസം ഇതിൽ നിന്ന് കഴിഞ്ഞാൽ അലമ്പാവണ്ടെന്ന് എഴുതിയിട്ട് നമുക്ക് ഷെഡിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി വേറെ പുറത്തിട്ടൊരു വീട് എടുക്കാനൊക്കെ സുഖമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാന്. പിന്നെ ഈ ഒരു പീസിൻ്റെ ഇവിടെ ബാക്കി സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുണ്ടോ, ഈ ഒരു പീസിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കറക്റ്റ് പൊസിഷനിൽ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ സീറ്റ് കണക്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ വേറൊരു ഭാഗത്ത് വെച്ചിട്ടുള്ളതെന്നുള്ള. അപ്പോൾ അതുപോലെ ആ ഒരു വീലിൽ എയർ കമ്മിയായിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാനുള്ളതാണ്. പിന്നെ നെട്ടും കാര്യങ്ങളും കിട്ടണം. പിന്നെ ഇതിനകത്ത് റബ്ബ് സെറ്റ് ചെയ്യണം. അതൊക്കെയാണ് പ്ലാന്. പിന്നെ മൊത്തമായിട്ട് സ്പോട്ട് അടിച്ചുകൊണ്ട് എല്ലാ ഭാഗവും ക്ലിയർ ആക്കണം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഗിയർ ബോക്സിന് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ ആട്ടം പക്കായിട്ട് നിർത്തണം. അപ്പോൾ അതാണ് അടുത്ത പ്ലാനും കാര്യങ്ങളും. അപ്പോൾ അടുത്തൊരു പാർട്ടിയായിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ. അതുപോലെ നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക.